ഞാവള്ളിൽ ആണ്ടുകുന്നേൽ കുര്യൻചാണ്ടി മെമ്മോറിയൽ ഇൻഫന്റ് ജീസസ് ചാരിറ്റബിൾ ട്രസ്റ്റ് പൂർത്തീകരിച്ച 11 വീടുകളുടെ വെഞ്ചിരിപ്പും ഓഫീസ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും 14 വീടുകളുടെ കല്ലിടൽ ചടങ്ങും നടത്തപ്പെട്ടു. സെപ്റ്റംബർ 18-ന് പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടാണ് വീടുകളുടെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചത്. തന്റെ സ്വന്തം നാട്ടില്, സ്വന്തം ഇടവകയില് അതേ രീതിയില് ഇതുപോലെ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കുവാനുള്ള നമ്മുടെ അതിരൂപതയുടെ പിതാവിൻ്റെ ആ പദ്ധതിയുമായി സഹകരിച്ചുകൊണ്ട് ഉള്ള ഈ ഒരു തീരുമാനമെടുക്കുകയും അത് വിജയപ്രദമായി 11ഓളം വീടുകൾ ഇപ്പോൾ പൂർത്തിയാക്കിക്കൊണ്ട് അത് നടപ്പാക്കിയിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരു വലിയ മോഡലാണിത്. സാധാരണ ചില ആളുകൾ പലരുടെയും സ്മരണ നിലനിർത്തുവാൻ പ്രതിമയൊക്കെ ഉണ്ടാക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതെല്ലാം വളരെ വ്യത്യസ്തമായി ഇവർ ചെയ്തത് ദൈവത്തിൻ്റെ തിരുവിഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുവാനുള്ള ദൈവത്തിൻ്റെ പ്രത്യേകമായ പ്രേരണ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിനിഷ്ടപ്രകാരം അവരെ ഏറ്റെടുത്ത് ചെയ്ത വലിയ ഒരു സൽപ്രവൃത്തിയുടെ മുമ്പിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. യാക്കോബിന്റെ ലേഖനത്തിൽ 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്: പിതാവായ ദൈവത്തിന് മുമ്പിൽ പരിശുദ്ധവും നിഷ്കളവുമായ ഭക്തി എന്ന് പറയുന്നത് അനാഥരെയും വിധവകളെയും അവരുടെ ഞെരുക്കങ്ങളിൽ സഹായിക്കുക എന്നതാണ്. ഈ അവസരത്തിൽ ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. മലാക്കി പ്രവാചന പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 10-ാം വാക്യത്തിൽ ഈ ദശാംശം കൊടുക്കുന്നതിനെ കുറിച്ച് വളരെ മനോഹരമായ രീതിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത്, ദശാംശം നീ നൽകുക, എന്നിട്ട് ദൈവം പറയുകയാണ്, അപ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയില്ലേ എന്ന് നീ എന്നെ ഒന്ന് പരീക്ഷിക്കുക എന്ന്. ഈ ബൈബിളിൽ ദൈവം മനുഷ്യനെ വെല്ലുവിളിക്കുകയാണ്. തന്നെ ഒന്ന് നീ പരീക്ഷിക്കുക. എങ്ങനെയാണ് പരീക്ഷിക്കുക? നീ ദശാംശം കൊടുത്തു നോക്കൂ, അപ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയില്ലേ എന്ന് നീ നോക്കുക, പരീക്ഷിക്കുക എന്ന്. ഇത് നമുക്ക് എല്ലാവർക്കും, ദൈവവിശ്വാസമുള്ള എല്ലാവർക്കും ഒരു വെല്ലുവിളി പോലെ ഏറ്റെടുത്ത് പരീക്ഷിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കും തോറും ദൈവം നമുക്ക് അതിനേക്കാൾ എത്രയോ ഇരട്ടി നൽകുന്ന അനുഭവത്തിൻ്റെ ധാരാളം സാക്ഷ്യങ്ങൾ ഈ കേരളക്കരയിൽ തന്നെ ഉണ്ട്. ഞാൻ ഈ അവസരത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, മറ്റുള്ളവരുടെ സന്തോഷമാണ് നമ്മുടെ ഉള്ളിലെ സന്തോഷത്തെ എക്കാലവും നിലനിർത്തുക. മാത്യു അലക്സാണ്ടർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് MP അധ്യക്ഷത വഹിച്ചു. പാലാ രൂപത വികാരി ജനറൽ മോൺസന്യൂർ ജോസഫ് മലയപ്പറമ്പിൽ, മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രം മലയാള വിഭാഗം ഡയറക്ടർ ഫാദർ ജോർജ് പനക്കൽ VC, അന്ത്യാളം പള്ളി വികാരി ഫാദർ ജോസഫ് ചെറുകരകുന്നേൽ, കരൂർ പള്ളി വികാരി ഫാദർ ഫിലിപ്പ് കുളങ്ങര, അടൂർ പ്രകാശ് MP, ജോസ് കെ മാണി MP, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA, അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA, മുൻ MLA ആയ ജോസഫ് വാഴയ്ക്കൻ, രാജേഷ് വാളിപ്ലാക്കൽ, തോമസ് പീറ്റർ, അനസ്യ രാമൻ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു. മറ്റുള്ളവരുടെ സന്തോഷമാണ് നമ്മുടെ ഉള്ളിലെ സന്തോഷത്തെ എക്കാലവും നിലനിർത്തുക എന്നും നമ്മൾ സ്വന്തമായി അനുഭവിക്കുന്ന സന്തോഷം നിലനിൽക്കുകയില്ല എന്നും പങ്കുവയ്ക്കുന്ന സന്തോഷമാണ് എക്കാലവും നിലനിൽക്കുകയെന്നും ആശംസ പ്രസംഗത്തിൽ മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രം മലയാള വിഭാഗം ഡയറക്ടർ ഫാദർ ജോർജ് പനക്കൽ VC പറഞ്ഞു. ദൈവത്തിന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ശ്രീ ബോബിക്ക് എപ്പോഴും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഇപ്പോൾ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 25ഓളം, ഇന്നിപ്പോൾ 11 വീടുകളുടെ താക്കോൽ ദാനം നൽകിയെങ്കിലും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള വരുന്ന നാളുകളിൽ 14 വീടുകൾ കൂടി പൂർത്തീകരിച്ച് ഇവിടെ കൊടുക്കാൻ പോവുകയാണ്. ഇതൊരു മാതൃകയാണ്. എന്തായാലും ഇവിടെ എത്തിച്ചേർന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനുള്ള അവസരം ലഭ്യമായി പ്രിയപ്പെട്ട ശ്രീ ബോബിയോടുള്ള നന്ദിയും കടപ്പാടും പ്രത്യേകമായി ഞാൻ അറിയിക്കുന്നു. എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാനും ഫ്രാൻസിസ് ജോർജും കൂടെ ചേർന്നപ്പുറത്ത് ട്രസ്റ്റിന്റെ ബിൽഡിംഗ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിറവേറ്റണം എന്നുള്ളതാണ്.